കുവൈത്ത് മലയാളിയുടെ ഹൃദയത്തിൽ പതിഞ്ഞൊരു പേരുണ്ട്, അബ്ബാസിയ. നാടിന്റെ ചൂടും ഭാഷയുടെ താളവും നിറഞ്ഞ ഈ ചെറു കേരളം ഇന്നും ആയിരക്കണക്കിന് പ്രവാസികളുടെ ഓർമ്മയായി നിലകൊള്ളുന്നു. മലയാളി ജീവിതത്തിന്റെ യാത്ര, ഒരു പ്രദേശത്തിന്റെ വളർച്ച, അതൊന്നും നമുക്ക് കണ്ടുവരാം. ലോകത്തിന്റെ ഏത് കോണിലും മലയാളികളുടെ കാൽപ്പാടുണ്ട്. 5 പതിറ്റാണ്ടിലേറെയായി നീളുന്ന മലയാളി പ്രവാസത്തിന്റെ ഒരു കഥ പറയാം. അബ്ബാസിയുടെ കഥ. 1970-75 കാലഘട്ടം. ആ കാലത്താണ് കപ്പലുകളിലും മറ്റു വഴികളും എത്തിയ മലയാളികൾ പതുക്കെ അബ്ബാസിയിൽ താമസം ആരംഭിച്ചത്. കാലം കടന്നപ്പോൾ മലയാളികൾ തന്നെ ഉണ്ടാക്കിയ ഒരു മിനി കേരളമായി ഈ പ്രദേശം മാറിയിരിക്കുന്നു. സൗദിയിൽ ബത്തയും ഷർഫിയയും പോലെ, ദുബായിൽ നൈഫ് പോലെ, കുവൈത്തിലെ മലയാളികളുടെ ഹൃദയത്തിൽ പതിഞ്ഞു നിൽക്കുന്ന പേരാണ് അബ്ബാസിയ. കുവൈത്തിലെ ഫർവാനിയ ഗവർണറ്റിലെ ജലീബ് അൽ ഷുയേഖ്. മലയാളികൾ സ്നേഹത്തോടെ വിളിക്കുന്നത് അബ്ബാസിയ എന്നാണ്. ജലീബ് എന്ന അറബി വാക്കിന്റെ അർത്ഥം കിണർ എന്നാണ്. വെള്ളത്തിന്റെ ഓർമ്മയും ജീവിതത്തിന്റെ പ്രതീകവുമാണ് ആ പേര് സൂക്ഷിക്കുന്നത്. 1960കളിലും 70കളിലും കുവൈത്ത് വളരുമ്പോൾ ഈ പ്രദേശവും കുടിയേറ്റക്കാരുടെ പുതിയ ലോകമായി. 70-75 കാലഘട്ടത്തിൽ മലയാളികളുടെ പാദമുദ്രകൾ ഇവിടെ പതിഞ്ഞു. 1-2 മുറികളിൽ നിന്ന് ആരംഭിച്ച ജീവിതം കടകളും ചായക്കടകളും ചെറുകിട കച്ചവടങ്ങളും ചേർന്ന് മലയാളികളുടെ സ്വന്തം ഗ്രാമമായി വളർന്നു. ഇന്ന് അബ്ബാസിയുടെ തെരുവുകളിൽ മലയാളം ബോർഡുകളും കേരളത്തിന്റെ ഗന്ധവുമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പ്രവാസ ജീവിതം ആദ്യമായിട്ട് തുടങ്ങിയത് ദുബൈയിലായിരുന്നു. അതിനുശേഷമാണ് കുവൈറ്റിലേക്ക് പ്രവാസ ജീവിതം ആരംഭിച്ചത്. ഏകദേശം 16 വർഷമായി ഞാനിവിടെ അബ്ബാസിയിൽ വസിക്കുകയാണ്. ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലെ ജനങ്ങളെ പോലെ തന്നെ അതേ രീതിയിൽ തന്നെ ഇവിടെ എല്ലാ മതക്കാരും രാഷ്ട്രീയക്കാരും ജാതിഭേദമന്യേ എല്ലാവരും ഒത്തൊരുമിച്ച് നിൽക്കുന്ന വളരെ വിശാലമായ മനസ്ഥിതിയുള്ള ഒരു സ്ഥലമായിട്ടാണ് കാണപ്പെടുന്നത്. ചായക്കടകളിലെ ചർച്ചകളും പുഞ്ചിരിയും എല്ലാം നാടിന്റെ ഓർമ്മയാണ്. ഇതൊരു പ്രദേശമല്ല, മലയാളികളുടെ ആത്മാവാണ്. ചർച്ച്, പള്ളി, ക്ഷേത്രം എല്ലാം ഇവിടെ ഒരുമിച്ച് ശ്വസിക്കുന്നു. ഓണം, ഈദ്, ക്രിസ്മസ്, മതത്തിനതീതമായ ആഘോഷങ്ങളുടെ നാടാണ് അബ്ബാസിയ. കായിക രംഗത്തും അബ്ബാസിയെ കൊണ്ട് അഭിമാനകരമായ ഒരു പാരമ്പര്യം. ഇവിടെ കളിച്ച പലരും പിന്നീട് കുവൈത്ത് ദേശീയ ടീമിൽ വരെ സ്ഥാനം നേടിയിട്ടുണ്ട്. ക്രിക്കറ്റിൽ നിന്ന് ബാഡ്മിന്റൺ വരെയായി ഇന്ന് ആയിരങ്ങൾ കായിക രംഗത്ത് സജീവമാണ്. ഒരു പ്രവാസിയായി ഇവിടെ എത്തിയപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചത് ഇവിടുത്തെ ഒരു സ്പോർട്സ് ഈവൻറ്റുകൾ, നാട്ടിലും കുറേ കളികളും ഷട്ടിലും എല്ലാം കളിച്ച് ഇവിടെ വന്നതാണ്. അതൊക്കെ മിസ് ചെയ്യുന്നതാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ ഇവിടെ വന്നപ്പോൾ നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. ഈ അബ്ബാസിയ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് വന്നേ പിന്നെ നമുക്ക് മലയാളികളുടെ കൂട്ടായ്മ കൂടുതലാണ്. അതുപോലെ തന്നെ സ്പോർട്സ് ഈവൻറ്റ്സ് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജനസമൂഹം ഇവിടെയുണ്ട്. അങ്ങനെ ഒരു ഇതിൽ വന്നുപെട്ട വളരെ ഭാഗ്യമായിരുന്നു. അതിനകത്ത് ക്രിക്കറ്റ്, ഫുട്ബോള്, വോളിബോള്, ബാഡ്മിൻ്റൺ എല്ലാം ഒരു ഈവനിങ് ടൈമിൽ എല്ലാവരും അത് ഇവിടെ കളിക്കാൻ അവസരമുണ്ട്. 1985 ഇവിടെ വിദ്യാഭ്യാസത്തിന്റെ പുതിയ അധ്യായവും തുറന്നു. ആ വർഷം സ്ഥാപിതമായ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഈ പ്രദേശത്തെ ആദ്യ ഇന്ത്യൻ സ്കൂളായി കണക്കാക്കപ്പെടുന്നു. അത് തന്നെയായിരുന്നു മലയാളി സമൂഹത്തിന്റെ വളർച്ചയിലെ മറ്റൊരു മൈൽ സ്റ്റോൺ. അബ്ബാസിയ, പേരിൽ കിണറിന്റെ ഓർമ്മ, ഹൃദയത്തിൽ ഒരു നാടിന്റെ മണം, പ്രവാസ ജീവിതത്തിന്റെ ചൂടും ആത്മാവും. സലീം കോട്ടയിൽ, മീഡിയ 1, കുവൈറ്റ് സിറ്റി.